പത്തനംതിട്ട ജനറൽ ആശുപത്രി RMO ഡോക്ടർ ദിവ്യ രാജൻ വളർത്തുനായയുമായി ആശുപത്രിയിലെത്തി. ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. നായയെ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഓഫീസിൽ എത്തിയതാണെന്നാണ് സൂപ്രണ്ടിന്റെ അനുമതി വാങ്ങിയിരുന്നുവെന്നും വിശദീകരണമുണ്ട്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, എന്തിനാണ് വളർത്തുനായയുമായി RMO ആശുപത്രിയിലെത്തിയത്? ബിനിൽ, ഈ വളർത്തുനായയുമായി ആശുപത്രിയിൽ എത്തിയതെന്ന് ഉച്ചയോടുകൂടിയായിരുന്നു. അതായത് ഈ RMO ഇന്ന് അവധിയിലായിരുന്നു. തുടർന്ന് വളർത്തുനായയുമായി വെറ്റിനറി ആശുപത്രിയിലേക്ക് പോവുകയും അതുവഴി ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കയറുകയുമായിരുന്നു. തുടർന്ന് നായയുമായി തന്നെ RMOയുടെ ഓഫീസിൽ എത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ ചിത്രങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ആകെ പ്രചരിക്കുകയും വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തത്. കാരണം ഇത്തരത്തിൽ വളർത്തുനായയുമായി ആശുപത്രിയിലേക്ക് എത്തിയാൽ ഇൻഫെക്ഷൻ ഉൾപ്പെടെ രോഗികളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. വലിയ ജാഗ്രത വേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ RMOയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്രത്തോളം ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായി എന്നതാണ് രോഗികളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ RMOയുടെ വിശദീകരണം ഇതിൽ പറയുന്നത് അവധി ദിവസമായിരുന്നുവെന്നും വെറ്ററിനറി ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി ഓഫീസിൽ എത്തിയതാണെന്നും അതുപോലെ തന്നെ സൂപ്രണ്ടിന്റെ അനുമതി വാങ്ങിയിരുന്നുവെന്നുമാണ് വിശദീകരണം. എന്തായാലും പക്ഷേ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം നിരവധി രോഗികൾ വന്നു പോകുന്ന ഒരു സ്ഥലം, അവിടേക്ക് വളർത്തുനായയുമായി വരികയും അത് വലിയ ഇത്തരത്തിൽ ഇൻഫെക്ഷൻ ഉൾപ്പെടെ പകരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വളർത്തുനായ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാര്യമായ ഈ ഇൻഫെക്ഷൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് എന്നുള്ള വാദങ്ങളെല്ലാം ഉയർത്താമെങ്കിൽ പോലും നിരവധി രോഗികൾ വന്നു പോകുന്നൊരിടം, അവിടേക്ക് ഇക്കാര്യത്തെപ്പറ്റി കൃത്യമായി വിശദീകരിക്കാൻ RMO ദിവ്യ രാജൻ ബാധ്യസ്ഥയാണ്. അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഒരു വിശദീകരണം ചോദിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.